വിഷ്ണുലോകം എന്ന് പറയുന്ന സിനിമയിൽ ദിലീപ് അസിസ്റ്റന്റ് ആയിട്ട് ജോയിൻ ചെയ്തു. അപ്പൊ ഞാനും ദിലീപ് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സാണ്. ദിലീപ് ആ കാലത്ത് ഇന്നസെന്റ് ഏട്ടനും ലാലേട്ടനുമാണ് ദിലീപിന്റെ ഹൈലൈറ്റ് നമ്പേഴ്സ് സ്റ്റേജിൽ. അപ്പൊ വിഷ്ണുലോകത്തിൽ ദിലീപ് ജോയിൻ ചെയ്തപ്പോ തന്നെ ലാലേട്ടൻ ദിലീപിനെ കൊണ്ട് എപ്പോഴും ലാലേട്ടനെ ഇമിറ്റേറ്റ് ചെയ്യിപ്പിക്കുകയായിരുന്നു. ദിലീപ് ഒരാളെ ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ ആ ഇമിറ്റേറ്റ് ചെയ്യപ്പെടുന്ന ആൾക്കൊരിക്കലും ദിലീപിനോട് ദേഷ്യം തോന്നില്ല. അയാൾ പറയാൻ സാധ്യതയുള്ള അയാളുടെ ഇമേജ് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ. ഒരിക്കലും അയാളെ പേഴ്സണലി അയാൾക്ക് ഒരിക്കലും ഡൈജസ്റ്റ് ചെയ്യാത്ത കാര്യങ്ങൾ ദിലീപിന്റെ വായിന്ന് വരില്ല. അതൊരു വലിയ അനുഗ്രഹമാണ്. അപ്പൊ ആ സമയത്ത് ഓണത്തിനിടയ്ക്ക് പൂട്ടുകച്ചവടം, മാവേലി കൊമ്പത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാസറ്റുകൾ ഓണക്കാലത്ത് ഇറങ്ങുന്ന ഒരു കാലമാണ്. ഇന്നസെന്റ് ചേട്ടന്റെ ശബ്ദം ഇമിറ്റേറ്റ് ചെയ്തിട്ട് ദിലീപ് മാവേലിയായിട്ട് വരും. അപ്പൊ അതിന്റെ പോപ്പുലാരിറ്റി കണ്ടിട്ട് ചില ആൾക്കാർ ഒറിജിനലി ഇന്നസെന്റ് ചേട്ടനെ കൊണ്ട് കാസറ്റ് ചെയ്യിക്കും. എന്നിട്ട് ഇന്നസെന്റ് ചേട്ടൻ തന്നെ വന്നിട്ട് പറയും, ഞാൻ മാവേലിയായിട്ട് അഭിനയിക്കുമ്പോൾ ശബ്ദം കൊടുക്കുമ്പോൾ ആൾക്കാർ പറയണത് ദിലീപിന്റെ അത്ര വന്നില്ല എന്നാണ്. അത്രയും പെർഫെക്ഷൻ ആയിരുന്നു. അപ്പൊ ദിലീപിനെ വലിയ ഇഷ്ടമാണ് ഇന്നസെന്റ് ചേട്ടന്.